എന്റെ രഞ്ജേട്ടാ, ഞാനിപ്പോ സിനിമ അഭിനയം നിർത്തിയില്ലായിരുന്നെങ്കിൽ വല്ല മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ നായികയായി അഭിനയിച്ചേനെ. ഭാര്യയായുമ്പോ ചിലപ്പോ ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വരും. അതുപോലെ ഇതും ഒരഭിനയം. സിനിമയിലെ ഗർഭം എന്ന് പറഞ്ഞാലേ ഇനി വന്നേ ഇങ്ങനെ തലയണ വെച്ച് കെട്ടിയിട്ടുള്ള ഗർഭ. ഇത് നല്ല ഒന്നാന്തരം അമേരിക്കൻ ഗർഭ. സിനിമ പോലെയല്ല മോളെ ജീവിതം. ഇനി ഇതൊക്കെ പോട്ടെ, നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? എന്ത് വീട്ടുകാര്? ലവ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നമ്മളെ രണ്ടാളെയും പണ്ടേ പുറത്താക്കിയതല്ലേ. പിന്നെ നാട്ടുകാര് നമുക്ക് രണ്ടാമതൊരു കുട്ടി ജനിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഡു കൊടുക്കണം. 10 മാസം കഴിഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചാ കുട്ടി പ്രസവത്തിൽ മരിച്ചുപോയി എന്ന് പറയണം. ജാനകി, നീ ഇത്ര കഠിന ഹൃദയാണ്. ഇതെല്ലാം ഒരു അഭിനയല്ലേ രഞ്ജേട്ടാ? പ്രസവം താമ്പരത്തെ ഒരു ആന്റിയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഇവിടെ ആരെയും അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ പോരെ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും മുറിമുറുപ്പുണ്ടായാൽ തന്നെ പണവും പത്രാസൊക്കെ ആയിക്കഴിയുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. രക്ഷപ്പെടാനായിട്ട് അമേരിക്ക കാണിച്ചെന്ന വഴിയാ. വേണ്ടാന്ന് വെക്കല്ലോ രഞ്ജേട്ടാ. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുക. എന്നാ പിന്നെ അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ചു പിടിച്ചോണ്ടിരുന്നോ? പണ്ട് തെലുങ്ക് പടത്തില് ചിരഞ്ജീവിയുടെ നായികയായിട്ട് വിളിച്ചതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാ പ്രേമമൂർത്തി ആളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശാസനൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവളായി ഞാൻ. എന്ത് ചെയ്യാനാ, എന്റെ വിധി. എനിക്ക് ഈ ഗതി തന്നെ വരണം. അല്ലെങ്കിലും ഈ അഭിനയം എന്നൊക്കെ പറയണത് കായികാഭ്യാസം വേണ്ട ഒരു കലയാണല്ലോ. ഓടണം, ചാടണം, ഇടികൂടണം. അതുപോലെ ഇതും ഒരു കായികാഭ്യാസം വേണ്ട ഒരു കല, അഭിനയം ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അല്ലേ? മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സഹായിക്കാന്ന് പറയണത് ഒരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ? മാത്രമല്ല, കുട്ടിയായിട്ട് രക്തബന്ധം ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലേ? ഈ അമേരിക്കക്കാർക്ക് എന്താ നേരത്തെ വരാൻ തോന്നഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് രഞ്ജേട്ടാ. ഡോക്ടറൊന്നും പറഞ്ഞില്ല. അത് വേണോ? സാധാരണ ഇതിന് വരുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു ഇമോഷണൽ ഫീലിങ്സും ഉണ്ടാവില്ല. നിങ്ങളുടെ ഭാര്യയെ പോലൊരു വീട്ടമ്മ. അതൊന്നും ഓർത്ത് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഇക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ താല്പര്യം അവൾക്കാ. എങ്കിൽ നിങ്ങൾ ക്ലിനിക്കിലേക്ക് വരൂ. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ആയാൽ നമുക്ക് അമേരിക്കക്കാരെ കാണാം. ആയിക്കോട്ടെ. കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ. അതിലും ഭേദമേ സ്വന്തമായിട്ടൊരു ബ്യൂട്ടീഷ്യനെ വെക്കുന്നതാ. ആണോ? ഒന്ന് വേഗം ഇറങ്ങാൻ നോക്കുന്നത്. ഞാൻ റെഡി. എത്രാമത്തെയാ? ഓ, അപ്പൊ ആദ്യത്തേത് പെണ്ണ്. അപ്പൊ ഇത് ആണാവാനാകും ആശ അല്ലേ? ആണായാലും എന്ത് പെണ്ണായാലും എന്ത്, നമുക്കെല്ലാം ഒരുപോലെ. അല്ല, അതും ശരിയാ. ഈ കാലത്ത് ആണിനും പെണ്ണിനൊക്കെ ഒരേ ചെലവ് തന്നെയാ. ജാനകിയുടെ ഹസ്ബൻഡ് യാര്? എന്നെയാ? ஜானகி எப்படி இருக்காங்க? நார்மல் தான். கொஞ்ச நேரத்துல ரூம்ல ஷிஃப்ட் பண்ணுவாங்க. கொண்டு போங்க போங்க. ഒന്നും എടുക്കായിരുന്നില്ലേ? അതൊക്കെ എടുക്കേണ്ടവരെടുത്തോളൂ അനിയ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ചക്രക്കുട്ടാ, അമ്മയുടെ മുത്ത് വാങ്ങിക്കോടാ. എന്താ ഈ ഉടുപ്പൊക്കെ ഇടിച്ചിരിക്കുന്നത്? ഡോക്ടറെ ഇടിപ്പിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ പാല് കൊടുത്തേ ഉള്ളൂ. മോന് നല്ല നിറണ്ട് അല്ലേ രഞ്ജേട്ടാ? അത് പിന്നെ ജനിക്കുന്ന ഏത് കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവും. ഇത് പിന്നെ അമേരിക്കക്കാരുടെ കുട്ടിയല്ലേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ചാൽ എല്ലാം ശരിയാവും. എന്നാ കുട്ടിയെ ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി
ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ ആ? രഞ്ജേട്ടാ പിന്നെ പണം എണ്ണി നോക്കി മേടിക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഓ ഓ ഓ ഓ ഓ വാ. മേ കം ഇൻ ഡോക്ടർ? യെസ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. ഡോക്ടറെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കുഞ്ഞാന്ന്. 10 അല്ല 50 ലക്ഷം വേണേ കൊടുക്കാം. കറക്റ്റ്. അപ്പോ ഡോക്ടർ ഈ ട്രോഫി അങ്ങോട്ട് സ്വീകരിച്ച് ബാക്കി പൈസ ഇങ്ങോട്ട് തന്ന. എവിടെയാ അമേരിക്കക്കാര്? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നം, അവരിതുവരെ എത്തിയിട്ടില്ല. ഓ, എന്തു പറ്റി? ഫ്ലൈറ്റ് മിസ്സാ? അതല്ല, അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കുകൂടി, ഡൈവേഴ്സ് ചെയ്ത് പിരിഞ്ഞു. ഏ? അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഈ കുട്ടിയെ വേണ്ടാന്ന്. ഇത് ഒരു മീറ്റിംഗ് ഉണ്ട്, അതങ്ങ് മറന്നുപോയി. എന്തോന്ന്? അതെ